ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് കണ്ടത് മാങ്ങയാണ്. ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടി. അത് ഞങ്ങൾ ഈ മാങ്ങ കൊണ്ട് അച്ചാറിടാൻ പോവുകയാണ്. മമ്മിയുടെ വെറൈറ്റി അച്ചാറാണ്. മമ്മി എന്നും ഇതൊന്നും മറ്റൊരു രീതിയിലായിരുന്നു എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ വെറൈറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് വെറൈറ്റിയാണ്. ഞങ്ങളുടെ ആൻറ്റി പറഞ്ഞ ട്രിക്ക് കൊണ്ട് ഒരു അച്ചാറിടാമെന്ന് വിചാരിച്ചു. അന്നേരം ആ അച്ചാറാണ് ഞങ്ങളിടാൻ പോകുന്നത്. നമുക്ക് മമ്മിയോട് ചോദിക്കാം. മമ്മി, നമ്മുടെ മാങ്ങ കഴുകി വൃത്തിയാക്കണം. ഇത് ഞാൻ കഴുകിയിട്ടില്ല. കഴുകി വൃത്തിയാക്കിയിട്ട് ഈ മാങ്ങ നമ്മൾ പൂളി ഇതിനകത്ത് മാങ്ങേൻ്റെ ഉണ്ട്. ഇതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന മാങ്ങയാണ് ഇത്. പക്ഷേ കഴുകിയിട്ടില്ല. നമ്മളതൊക്കെ ചെയ്യണം. വേണ്ടേ, ഇതുപോലെ 3 പീസാക്കി. വലിയതാണെങ്കിൽ 3 പീസാക്കും, ചെറുതാണെങ്കിൽ 2 പീസാക്കിയാൽ മതി. ഇത് നമ്മൾ ഇന്ന് വൈകിട്ടാണ് നമുക്ക് മാങ്ങ കിട്ടിയേക്കുന്നത്. നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിരുകി ഇളക്കി വെക്കും. നാളെ രാവിലെ എടുത്ത് ഊറ്റി വാരി വെച്ച് വെയിലത്തിട്ടൊന്ന് വാട്ടിയതിന് ശേഷമാണിത് അച്ചാറിടുന്നത്. ഇത് വർഷങ്ങളോളം ഇരിക്കുന്ന അച്ചാറാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയാണോ അച്ചാറിടുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അടിപൊളി അച്ചാറാണ്. ഓക്കേ, നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇത് കണക്കാണ് മാങ്ങ അരിഞ്ഞു വെച്ചത്. അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിരുന്നതാണ്. ഇനി നമ്മൾ ഇതിപ്പോൾ രാവിലെയായി. ഇനി ഇത് നമ്മൾ ഊറ്റി വെച്ചിട്ട് ആ വെള്ളം തോരുമ്പം ഉണക്കിയെടുക്കും. ഒരു ദിവസത്തെ വെയിൽ നമുക്കിതൊന്ന് കൊള്ളിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റി വാരി വെക്കാം. നല്ല അടിപൊളി മാങ്ങാച്ചാറാണിത്. കാണണം. കണ്ട് നിങ്ങളും ഇതോണക്കാണോ ചെയ്യുന്നതെന്ന് പറയണം. അഭിപ്രായമൊക്കെ പറയുകയും വേണം. ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത് വെള്ളം ഒന്ന് വാർന്നിട്ട് നമുക്ക് വെയിലത്തിട്ടൊന്ന് ഇന്നത്തെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ടൊന്ന് വാടിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ പരുവത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ദിവസത്തെ വെയിൽ കൊള്ളിച്ചതാണ്. അപ്പം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ അച്ചാറിട്ടാൽ മതി. ഒരു വർഷക്കാലം നന്നായിട്ടിരിക്കും. ഒരു കേടും കൂടാതെ ഇരിക്കും. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റൗ കത്തിക്കാൻ പോവാണ്. സ്റ്റൗ കത്തിച്ചു. നമ്മൾ ഉരുളി അടപ്പേ വെച്ചു. ഉരുളി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഏതാണെന്ന് വെച്ചാൽ സ്വർണം നല്ലെണ്ണയാണ്. അത് നമ്മൾ കുറച്ച് ഒരു 1/2 ലിറ്ററാണ് ഞാൻ മേടിച്ചത്. വേറെ കുറച്ചുകൂടി ഇരിപ്പുണ്ട്. നമുക്ക് കുറച്ച് ഒഴിക്കാം. ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയിലേക്ക് ദാണ്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി. ഇനി നമ്മൾ കറിവേപ്പിലയാണ് ഇടുന്നത്. നമ്മുടെ സ്വന്തം കറിവേപ്പില ഇട്ടു. ഇനി തീ കുറച്ചിടണം. തീ കുറച്ചിട്ടിട്ട് ആ കറിവേപ്പില ഒന്ന് ചൂടായി. ഇനി നമ്മളൊരു 30 വറ്റൽമുളക് ഞാനൊന്ന് മിക്സിക്കകത്ത് ചതച്ച് വെച്ചിരിക്കുകയാണ്. പൊടിച്ചതല്ല, ചതച്ച് വെച്ചിരിക്കുകയാണ്. അത് നമുക്കിതിനകത്തൊന്ന് ഇടാം. അല്ലേ, ഇത് ഒത്തിരി കരിഞ്ഞു പോകരുത്. എണ്ണ വളരെ തീ കുറച്ചാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ 5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എരി അനുസരിച്ച് മുളക് പൊടി ഇടാം. അതും ഇട്ടിട്ടുണ്ട്. അതെ, എല്ലാം നമ്മളിട്ടു. ഇതിന് ശേഷം നമ്മുടെ മാങ്ങയാണ് ഇടാൻ പോകുന്നത്. ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടത്തില്ല. നമ്മളിങ്ങനെയാണ് അച്ചാറുണ്ടാക്കുന്നത്. ഇതാണ്ടേ, മാങ്ങ ഉണങ്ങി വന്നപ്പോഴത്തേന് കുറച്ചേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ആവശ്യത്തിന് എരിയൊക്കെ ഇതിനകത്തുണ്ട്.
ആ എണ്ണയ്ക്കകത്ത് ഒന്ന് പിടിക്കണം. ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് കടുകാണ്. ഇതിനകത്ത് വിനാഗിരി ചേർക്കത്തില്ല. ഇതിനകത്ത് ഒട്ടും വെള്ളമയം ഇല്ലാതെ തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ഇടുന്നത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ കടുകാണ്. കടുകെന്ന് പറഞ്ഞാൽ ചതച്ച കടുക്, തൊലിയില്ലാത്ത കടുകാണ്. ഇതൊരു 50 ഗ്രാമോളം ഉണ്ട്. നമുക്കത് ഇതിനകത്ത് ഇടാം. ഈ കടുകാണ് ഇതിൻ്റെ ഹൈലൈറ്റ് സാധനം. അതിൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മൾ ഉടനെ ഇത് എടുക്കത്തില്ല. ഇത് ഇരുന്നാൽ 1 വർഷം വരെ ഇത് കേടാകാതെ ഇരിക്കുന്നൊരു സാധനമാണ്. നമ്മൾ ഉടനെ എടുക്കത്തില്ല. ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ച് മാത്രമേ എടുക്കത്തുള്ളൂ, നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ. ഇതിനകത്ത് 1 സ്പൂണ് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ പൊടിച്ച ഉലുവയാണ്. അത് കണക്ക് ഒരു 2 സ്പൂണ് കായപ്പൊടി ചേർക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, വിനാഗിരി, വേറൊന്നും ചേർക്കത്തില്ല. കടുകാണ് ഇതിൻ്റെ മെയിൻ സാധനം. പിന്നെ കടുകെണ്ണയിൽ ഇത് പുറം രാജ്യങ്ങൾ, അതായത് രാജ്യങ്ങളിലല്ല, പുറത്തുള്ളവർ, കേരളത്തിന് പുറത്തുള്ളവരൊക്കെ കടുകെണ്ണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളിതിപ്പം നല്ലെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കും. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയത്. അപ്പോൾ ആ ഉപ്പ് മാങ്ങയിലുണ്ട്. എങ്കിലും കുറച്ച് ഉപ്പും കൂടെ ചേർക്കും. നമ്മുടെ ആവശ്യത്തിന് മാത്രം വീണ്ടും ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടതൊന്ന് എല്ലാം ഒന്ന് പിടിക്കട്ടെ. ഈ മാങ്ങ കേട് കൂടാതെ തന്നെ 1 വർഷത്തോളം ഇരിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് മാങ്ങയുള്ളൂ. മാങ്ങ തോനെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഉണങ്ങി വന്നപ്പോഴത്തേന് ഇത്രയേ ഉള്ളൂ. എങ്കിലും നമ്മളിത് എടുക്കുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചിട്ടേ എടുക്കത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ചൂടുപ്പ് വേണം. ഉണ്ട്, ഇത്രയും ഉപ്പും കൂടെ മതി. നമുക്ക് ഇളക്കി കൂട്ടിയൊന്ന് വെക്കാം. സ്റ്റൗ ഇനി ഓഫാക്കുവാണ്. ചെറിയ ചൂടിൽ ഒന്ന് ഇത്തിരി നേരം കിടന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. സാധനം എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഭരണിയിലാക്കണം. അത് കാണിക്കാം. ഓക്കേ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. കണ്ടോ? ഇനി നമ്മളിത് ഭരണിയിലേക്ക് മാറ്റുകയാണ്. ഉപ്പുണ്ട്, എരിയുണ്ട്, പുളിയുണ്ട്, കായത്തിൻ്റെ ഉണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഭരണിയിലോട്ട് മാറ്റാം. ഭരണി കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി തുടച്ച് വീണ്ടും വൃത്തിയാക്കി വെച്ചതാണ്. നമുക്കിത് ഭരണിയിലോട്ടാക്കിയിട്ട് ഇതടച്ച് വൃത്തിയാക്കി വെക്കണം. എന്നിട്ടത് എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം അച്ചാർ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഉടനെ ഇത് ഉപയോഗിക്കുന്നില്ല. ഇതിന് ആവശ്യക്കാർ ഉണ്ട്. വച്ചേക്കണേ, ഞങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഭരണിയിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്. വെള്ളം നനവ് ഒട്ടും ഉണ്ടാകരുത്. വെള്ളം നനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പനലായി പോത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മാങ്ങ വെയിലത്ത് വെച്ച് 1 ദിവസത്തെ ഉണക്ക് കൊണ്ട് വാടിക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം തൊടുന്നേയില്ല, വിനാഗിരി ചേർത്തിട്ടില്ല, വേറൊന്നും ചേർത്തിട്ടില്ല. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിങ്ങനാണോ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കമൻറ്റ് പറയുകയും ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഇത് ചെയ്ത് നോക്കാനാണ്. ഇത് നല്ല അടിപൊളി അച്ചാറാണ്. ട്രൈ ചെയ്ത് നോക്കണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിറച്ച് നമ്മുടെ ഭരണി നിറച്ചില്ല, അതാണ്ട് ഇത്രയുണ്ട്. നമുക്കിതിനി അങ്ങ് അടച്ച് വൃത്തിയാക്കി കെട്ടി വെക്കണം.
അപ്പോൾ ഗൈസ് നമ്മൾ താണ്ടേ നമ്മുടെ അച്ചാർ തുറന്ന് നോക്കിയിരിക്കുകയാണ്. 7 ദിവസം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ അച്ചാർ പാത്രത്തിൻ്റെ കെട്ടഴിച്ച് തുറന്ന് നോക്കിയിരിക്കുന്നത്. കണ്ടോ അച്ചാറിൻ്റെ പരുവം കണ്ടോളൂ. കാണുന്ന സൂപ്പർ അച്ചാർ. ഇനി ഇത് ടേസ്റ്റ് കൊണ്ട് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തൊക്കെ അച്ചാർ നീ തന്നെ ടെസ്റ്റ് ചെയ്യും. അതിൽ വെച്ച് തരാം. ഞാനിവിടെ നോക്കട്ടെ. കൊള്ളാം. സൂപ്പർ ഡിഷ്. അതിൽ കപ്പലോടും. കപ്പലല്ല, അടിപൊളി ടേസ്റ്റ്. നമുക്കിത് ഒരാൾക്ക് കൊടുക്കണം. പിന്നെ കുറച്ച് നമ്മുടെ കൊച്ചുങ്ങൾ വരുമ്പോഴത്തേനും മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വേറൊരു പാത്രത്തിലോട്ട് അവരൊക്കെ കൊടുക്കാൻ വേണ്ടി മാറ്റാം. ഓക്കേ, എന്നിട്ട് നമ്മുടെ കൊച്ച് വരുമ്പോഴത്തേന് അവർക്കും കുറച്ച് മാറ്റി വെക്കണം. ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ചെയ്ത് നോക്കണം. ഇതുപോലെ ചെയ്യാത്തവർ അതിൻ്റെ കമൻറ്റ് പറയണം. ഇത് അടിപൊളി അച്ചാറാണ്, ഇത് കണക്ക് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഓക്കേ, ബൈ. ബൈ.